മാനന്തവാടി രൂപത PRO ഫാദർ നോബിൾ പാറയ്ക്കൽ മദ്യപിച്ച് വാഹനമോടിച്ച് യുവാക്കളെ ഇടിച്ച് തെറിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. യുവാക്കൾ നിലത്ത് വീണിട്ടും വൈദികൻ വാഹനം നിർത്താതെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിൽ 2 ആദിവാസി യുവാക്കൾക്ക് പരിക്കേറ്റിരുന്നു. പോലീസാണ് വാഹനം തടഞ്ഞതെന്നും കാർ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നതായും പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരുന്നു. വയനാട് കാട്ടിക്കുളം പനവല്ലി റോഡിൽ കഴിഞ്ഞ ജൂലൈ 10 രാത്രി 11:39 അപകടം. ഫാദർ നോബിൾ പാറയ്ക്കൽ ഓടിച്ച വാഹനം കാട്ടിക്കുളം ജംഗ്ഷനിൽ വെച്ച് 2 ആദിവാസി യുവാക്കളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിർത്താതെ പോയ കാർ ടൗണിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് തടഞ്ഞത്. സംസാരത്തിനിടെ മദ്യത്തിന്റെ ഗന്ധം അനുഭവപ്പെടുകയും ആൽക്കോമീറ്റർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയുമായിരുന്നു. പരിശോധനയിൽ മദ്യപിച്ചതായി സ്ഥിരീകരിച്ചതോടെ വൈദികനെതിരെ തിരുനെല്ലി പോലീസ് കേസെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. കാർ ഓടിച്ചയാൾ മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞതായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരുന്നു. മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. അവർ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അപ്പം നമ്മൾ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയില്ല. എഴുതി കൊടുത്തു. മദ്യലഹരിയിൽ അശ്രദ്ധമായും മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന വിധത്തിലും വാഹനമോടിച്ചതിനാണ് ഫാദർ നോബിൾ പാറയ്ക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തതിന് പിന്നാലെ ഫാദർ പിഴയടയ്ക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ FIR പ്രചരിച്ചതോടെ ഫേസ്ബുക്കിൽ വിശദീകരണക്കുറിപ്പുമായും വൈദികൻ രംഗത്തെത്തിയിരുന്നു. മദ്യപിക്കുന്ന ശീലം തനിക്കില്ലെന്നും FIR-നെ കുറിച്ച് വിശദീകരണം നൽകുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നുമായിരുന്നു പോസ്റ്റ്. മാനന്തവാടി രൂപതയിലെ വൈദികനായ നോബിൾ പാറയ്ക്കൽ സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അംഗം കൂടിയാണ്. വൈദികനെതിരെ രൂപത നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, വയനാട്.